ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പ്രബിനെ കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ കേൾക്കുക, സ്കിപ്പ് ചെയ്ത് പോകരുത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾ മെസ്സേജ് ഇടുക, ഓക്കെ? അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ പറയുകയാണ്, പ്രബിന് ഇന്ന് 4ാമത്തെ ഇഞ്ചക്ഷനാണ്, 4ാമത്തെ ദിവസത്തെ ഇഞ്ചക്ഷനാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം കൂടെ ആകുമ്പോൾ 4 ദിവസം പൂർണ്ണമാവും. നാളെ വൈകുന്നേരം ആകുമ്പോൾ 5 ദിവസത്തെ ഇഞ്ചക്ഷൻ കംപ്ലീറ്റ് ആവും. എന്നാലും പൂർണ്ണമായിട്ട് അവന് സുഖം കിട്ടിയിട്ടില്ല. ഇപ്പോഴും പനി അവൻ്റെ ശരീരത്ത് അങ്ങനെ ആ ടെമ്പറേച്ചർ നിൽക്കുകയാണ്. നല്ല പോലെയല്ല, നമ്മൾ കൊണ്ടുപോയത് പോലെയല്ല, മാറ്റമുണ്ട്, കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ എന്തായാലും അവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്കിവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെയും അല്ലാതെയും എൻ്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞു. അതിനുള്ള റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കുക കേട്ടോ. എൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്ന പലർക്കും അറിയാം പ്രബിന് എന്താണെന്ന്. അപ്പോൾ പ്രബിന് തിരുവനന്തപുരം RCCയിൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് കഴിയുന്നത്. ബോണിലാണ് ക്യാൻസർ. ആവിസ് സർക്കോമ എന്ന സെല്ലാണ് അവൻ്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അപ്പോൾ 1.5 വർഷം കഴിഞ്ഞു അവൻ്റെ ട്രീറ്റ്മെൻറ്റും സർജറിയും ഒക്കെ കഴിഞ്ഞിട്ട്. ഓൾറെഡി 2 സർജറി കഴിഞ്ഞു. ഇനിയും ഒരു സർജറി ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അത് അടുത്ത മാസമായിരിക്കാം മിക്കവാറും നടക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം. ഈ 2 മാസത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ഇനി ഒരു സർജറി കൂടെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചെയ്യാതെ ഇരിക്കേണ്ടി വരും. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയുടെ ഫലം പോലെ ആയിരിക്കും. നമുക്ക് സർജറി ഇല്ലാതിരുന്നാൽ അത്രയ്ക്കും നല്ലതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുക എല്ലാവരും. ഇപ്പോൾ ഞാൻ വന്ന കാര്യമെന്ന് പറഞ്ഞത്, മെയിനായിട്ടും പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ക്യാൻസർ അല്ലേ, ഇനി ഇതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, എന്തിന് ഇത്രയും കടന്ന് ഓടി നടന്ന് കഷ്ടപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണ, ഇതെത്ര ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ ഒരാൾക്കുള്ള മറുപടി എനിക്ക് കൊടുക്കണമെന്ന് തോന്നി. അപ്പോൾ അവർക്കുള്ള മറുപടിയാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ കുഞ്ഞിന് എൻ്റെ കൂടെ പറഞ്ഞ വ്യക്തിക്ക്, ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് മക്കൾ ആരും ആയിക്കോട്ടെ, സഹോദരങ്ങളോ ആരും ആയിക്കോട്ടെ, ക്യാൻസർ ആണെന്ന് അറിഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് 1 രൂപ പോലും കയ്യിലെടുക്കാനില്ലാതിരുന്ന സമയത്താണ് എൻ്റെ കുട്ടിക്ക് ക്യാൻസർ എന്ന് ഞാൻ അറിയുന്നത്. തളർന്നു പോയെങ്കിലും അവിടെ നിന്ന് ഞാൻ മെല്ലെ പിടിച്ചു നിന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. എവിടെയൊക്കെയോ കൊണ്ടുപോകാൻ എന്നോട് പറഞ്ഞതായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെയൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. അതായത് ബോംബെയിലും ചെന്നൈയിലും അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലുകൾ ഡോക്ടർ എനിക്ക് പറഞ്ഞ് എന്നാൽ മാത്രമേ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്നെ ഒരുപാട് ടെൻഷൻ അടുപ്പിച്ചു. പക്ഷേ എനിക്ക് അവിടെയൊന്നും കൊണ്ടുപോകാനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു RCC ഞങ്ങളെ വിട്ടാൽ മതി, അവിടെയും കൊണ്ടുപോകാനുള്ള സാമ്പത്തികം എന്നെ കൊണ്ടില്ല, എന്നാൽ അവിടെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് എഴുതി തന്നു. മെഡിക്കൽ കോളേജിൽ ആദ്യം ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അവിടേക്കാണ് ആദ്യം തന്നത് പേപ്പർ. ഞങ്ങൾക്ക് അവിടെ കൊണ്ടു കൊടുത്തപ്പോൾ അവിടെ എടുക്കില്ല, സർജറി തന്നെയാണ്, റേഡിയേഷൻ കൊണ്ട് പറ്റത്തില്ല. മെഡിക്കൽ കോളേജിൽ റേഡിയേഷനും മറ്റു ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ചികിത്സകളേ ഉള്ളൂ. അപ്പോൾ അവിടെ പറ്റില്ല, മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ RCC മതിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് അവിടെ എവിടെ നോക്കിയോ ഞങ്ങൾ ഒരുപാട് പേര് സഹായിച്ചു, ഇല്ലെന്ന് പറയുന്നില്ല, ഒത്തിരി പേരുടെ സഹായം കൊണ്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് അവിടെ തുടങ്ങി. 2024 ജൂലൈ 3-ാം തീയതിയാണ് RCCയിൽ ഞങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്. അന്ന് മുതലുള്ള ട്രീറ്റ്മെൻറ്റ് RCCയിലാണ്. ഞങ്ങൾ ഇന്നും അവിടെ തന്നെയാണ്. ഇനി തുടർന്ന് 10 വർഷം അവിടെ തന്നെയാണ്. അവൻ്റെ സർജറി കഴിഞ്ഞ്, അതായത് 2025 ജനുവരി മാസം 9-ാം തീയതിയാണ് അവൻ്റെ മേജർ സർജറി കഴിഞ്ഞത്. അവൻ്റെ കാല് അവൻ്റെ പൂർണ്ണമായിട്ടുള്ള നമ്മളെങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു എൻ്റെ പ്രബിനും. അപ്പോൾ അവൻ്റെ കാല് അവിടെ നിന്ന് 2025 ജനുവരി മാസം 9-ാം തീയതി വരെ 2 കാലും അവന് പൂർണ്ണമായിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. അത് എന്നോട് ചോദിച്ചവർക്കുള്ള മറുപടിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ. അതിലെനിക്ക് വിഷമമില്ല. അറിഞ്ഞൂടാത്തവരാണ് അത് ചോദിക്കുന്നത്, അവനെ കണ്ടിട്ടില്ലാത്തവരുമാണ് അവന് ചോദിക്കുന്നത്. അതിലെനിക്ക് വിഷമമില്ല. അത് പറയാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അപ്പോൾ ആ കാല് നമ്മളിപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ നമ്മൾ സർജറി ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കൊടുക്കാം, കാണാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സർജറി ചെയ്ത് അവൻ്റെ കാല് 2025 ജനുവരി മാസം 9-ാം തീയതി നമ്മൾ കാലിങ്ങനെ വെച്ചത്. അപ്പോൾ അതിന് ശേഷം
അവന് 5 വർഷം നമ്മൾ ഇനി ഈ ഒരു ക്യാൻസർ സെല്ല് അവൻ്റെ ശരീരത്തിൽ വരാതെ നമ്മൾ അത്രമാത്രം കെയർ ചെയ്ത് നോക്കണം. വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ 10 വർഷമാണ് മെയിൻ ട്രീറ്റ്മെൻറ്റ് അവനുള്ളത്. 5 വർഷം നമ്മൾ നല്ല രീതിയിൽ എത്രമാത്രം അവനെ കെയർ ചെയ്ത് നോക്കാൻ പറ്റും അത്രയും മാത്രം നമ്മൾ കെയർ ചെയ്ത് നോക്കുക. ആ ഒരു ലെവലിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നതിനോടൊപ്പം അവന് സന്തോഷവും സമാധാനവും നമ്മൾ കൊടുക്കണമല്ലേ. നിങ്ങളുടെയൊക്കെ വാക്കുകൾ നമ്മുടെ ഒരുപാട് വേദനിക്കുന്നത്. രോഗമില്ലാത്ത എന്നെ വേദനിപ്പിക്കുമ്പോൾ രോഗമായിട്ട് ഇരിക്കുന്നവർക്ക് എന്തുമാത്രം വേദന ഉണ്ടാവുമെന്ന് നിങ്ങൾ ആലോചിക്കുക. പറയുന്നവരൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ളവർ ചിലപ്പോൾ നിങ്ങൾ ചികിത്സിച്ചെന്ന് വരില്ലായിരിക്കും. കാരണം ഈ ഒരു അസുഖമല്ലേ, നിങ്ങളുടെ മൈൻഡ് അങ്ങനെയാണ്. ഈ ഒരു അസുഖമല്ലേ, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും ഒരു കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ എന്നെ കൊണ്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കില്ലായിരിക്കാം, പക്ഷേ എന്നെ കൊണ്ട് അത് പറ്റില്ല കേട്ടോ. ഞാനിപ്പോൾ പിച്ച് എടുത്തിട്ടായാലും എൻ്റെ കുട്ടിക്ക് ഞാൻ തുടർന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കും. അതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടപ്പെട്ടവരടക്കം എന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തിനിങ്ങനെ പിച്ച് എടുത്തു കൊച്ചിൻ്റെ ജീവൻ രക്ഷിച്ചെന്ന് വരെ എൻ്റെ മുഖത്ത് നോക്കിയും മറ്റുള്ളവരെ കൂടെയും പറഞ്ഞ് എൻ്റെ ചെവിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും എനിക്കൊരു മറുപടിയില്ല. അവരുടെ മൈൻഡാണ്. അവരുടെ മക്കൾക്കോ അവരുടെ വീട്ടിലാർക്കെങ്കിലും വന്നാൽ ചിലപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കില്ലായിരിക്കാം, നാണക്കേടായിരിക്കാം. മറ്റുള്ളവരെ കയ്യിൽ നിന്നായാലും ഇങ്ങനെയൊരു സഹായത്തിൽ ജീവൻ രക്ഷിക്കണ്ട എന്നുള്ളത് അവരുടേതായിട്ടുള്ള ഒരു ഇതായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് പറ്റില്ല. നാളെ ഒരു സമയം എൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ 1000 വരും. നീ ഭിക്ഷ എടുത്തിട്ടെങ്കിലും നോക്കിയില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ വരാം. ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടാം, ചിലപ്പോൾ നെഗറ്റീവായിട്ട് കിട്ടാം. അതെൻ്റെ തന്നെ ആയിരുന്നാലും നമ്മൾ ചെയ്യേണ്ട കടമകൾ നമ്മൾ ചെയ്യുക. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലേക്കാണ് ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നത്. ദൈവം എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എൻ്റെ പ്രഭിൻ്റെ സർജറിക്ക് മുന്നേ, അതായത് 2025 ജനുവരി മാസം 9-ാം തീയതിക്ക് മുന്നേ ഞങ്ങൾ ചാനൽ തുടങ്ങുന്നത് 2025 ഏപ്രിൽ മാസമാണ്. പക്ഷേ അതുവരെ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ പ്രഭിൻ മോനെ സഹായിച്ച ആ ടീച്ചറിൻ്റെ ആ ഒരു ഫാമിലീസും മാത്രമായിരുന്നു ഞങ്ങളുടെ സപ്പോർട്ട് ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി നിന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്നെക്കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ ഇനിയും അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും വലിയൊരു സർജറി സമയത്തും നെഞ്ചുരുകി പൊട്ടിക്കരഞ്ഞതും അവന് വേണ്ടി പ്രാർത്ഥിച്ചതും അവന് വേണ്ടി ജീവിക്കുന്നതും ഞാനും അവൻ്റെ ഇപ്പോഴുള്ള അവൻ്റെ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ആളും കൂടെയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു മാറ്റർ ഇനിയെങ്കിലും നിങ്ങൾ പറയാതിരിക്കുക, ശ്രദ്ധിക്കുക. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളോട് അത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും ആയിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങളോട് പറയുന്നത്. ഓക്കെ. ഇനിയൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്യാൻസർ എന്നുള്ള രോഗമോ അല്ലെങ്കിൽ മറ്റെന്ത് തന്നെ രോഗമോ ആവട്ടെ, നമ്മൾ എമർജൻസി ആയിട്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഏത് രോഗമാവട്ടെ പെട്ടെന്ന് നമ്മൾ വിളിക്കുന്നത് ഒരു ഓട്ടോ ആയിരിക്കും അല്ലേ. വീട്ടിലാരും ഇല്ലെങ്കിൽ നമ്മളൊരു ഓട്ടോ വിളിച്ച് നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. പ്രത്യേകിച്ചും ഒരു ക്യാൻസർ രോഗിയാണ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഏതൊരു ഓട്ടോ ആയാലും ആവട്ടെ, ഒരു മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യരാവട്ടെ, നമ്മുടെ കുട്ടിയെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ആ രോഗിയെ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ നോക്കും അല്ലേ. പക്ഷെ അവിടെയും എനിക്ക് കഴിഞ്ഞ ദിവസം പരാജയമാണ് വന്നത്. നമ്മൾ ഒരുപാട് വിശ്വസിക്കും, എൻ്റെ കുഞ്ഞിന് ഈ ഒരു അസുഖമല്ലേ, അപ്പോൾ വിളിച്ചാൽ വരും. പണമുണ്ടോ ഇല്ലയോ എന്നല്ല, നമ്മൾ എന്തെങ്കിലും കൊടുക്കാതിരിക്കില്ലല്ലേ അവർക്ക്. ഒരു ഓട്ടോ ഓടുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കാറായാലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ അവർക്കുള്ള ആ ഒരു പ്രതിഫലം നമ്മളാൽ കഴിയുന്ന രീതിയിൽ കൊടുക്കും. വാങ്ങുന്നതും വാങ്ങാത്തതും അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഛർദ്ദിച്ച് കുഴഞ്ഞ് തളർന്നിരിക്കുന്ന ഒരു കുട്ടിയാണ്, പ്രത്യേകിച്ചും ക്യാൻസറായിട്ട്. അപ്പം നമ്മൾ ആരായാലും ഓടിച്ചെല്ലാനേ നോക്കൂ അല്ലേ. പക്ഷേ അവിടെയും എനിക്ക് നെഗറ്റീവാണ് കിട്ടിയത്. ഞാൻ ഓടിച്ചെന്ന് ഒരു ഓട്ടോ വിളിച്ചു. മുഖത്ത് നോക്കി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മനസ്സ് തളർന്നു പോയി. അടുത്ത് ഞാൻ വേറൊരു ഓട്ടോ വിളിച്ച് കുറച്ച് ദൂരം എന്നല്ല, കുറച്ച് ഒത്തിരിയാണ്. പക്ഷെ എൻ്റെ കുട്ടീനെ വയ്യായ്മ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു ദൂരം വലുതായിട്ടാണ് എനിക്ക് ആ നിമിഷം തോന്നിയത്.
പക്ഷെ ഓടി ചെന്ന് ആ ഓട്ടോ വിളിച്ചു പെട്ടെന്ന് വന്നു. എൻ്റെ കുട്ടിയെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ആ ഒരു ഓട്ടോ ഡ്രൈവർ എന്നോട് ചോദിക്കുകയാണ്, അവിടെ ഓട്ടോ ഉണ്ടായിരുന്നല്ലോ, ആ ഓട്ടോ വിളിക്കാത്ത എന്തെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് മറുപടി പറയാനില്ലായിരുന്നു. നമ്മൾ ഒത്തിരി സ്നേഹിച്ചവർ, അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് എന്തെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു നന്ദിയായിട്ടെങ്കിലും ആ കുട്ടിയോട് ചെയ്യണം. നമ്മളോട് ചെയ്യണ്ട, പക്ഷെ ആ കുട്ടിയോടെങ്കിലും ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നി. അവിടെയും എനിക്ക് ഇപ്രാവശ്യം കിട്ടിയത് നെഗറ്റീവായിട്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ ഇത്രയും വിഷമിച്ചെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു. അവിടെ നിന്ന് ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് RCC പോകണമെന്ന് പറഞ്ഞു. ചേട്ടനാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു 7-8 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ജോലിക്ക് നിൽക്കുന്നത്. 10 മിനിറ്റിൽ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ഫാസ്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കണം. ഹോസ്പിറ്റലിൽ വന്നു ഉടനെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ വന്നു. നമ്മുടെ വണ്ടി എടുത്ത് കൊണ്ടുപോയി. നമ്മുടെ വീട്ടിൽ വണ്ടിയുണ്ട് കേട്ടോ. പ്രബിന് സഹായമായിട്ട് ചെയ്ത ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. സർജറി കഴിഞ്ഞപ്പോൾ കുറേ പാവങ്ങളുടെ സഹായത്തിൽ കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു വണ്ടിയിൽ ഞങ്ങൾ ആ രാത്രി തന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി ഇരുന്ന്, അതുകൊണ്ട് എന്തായാലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അന്യ മനുഷ്യർക്ക് ഉള്ള ഒരു മനസ്സിൻ്റെ ഒരു വലിപ്പം നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇല്ലല്ലോ എന്നാണ് ഞാൻ ആ നിമിഷവും ചിന്തിച്ചത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ, നമ്മൾ അടുത്തുള്ളവരോ അല്ലെങ്കിൽ അകന്ന ബന്ധുക്കാരോ നമ്മളെ നോക്കിയില്ലെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ ഒരു നേരമെങ്കിലും നോക്കും, അല്ലെങ്കിൽ വിളിച്ച് അന്വേഷിക്കും എന്ന് നമ്മൾ ചിന്തിക്കുമല്ലേ. പക്ഷേ ഇവിടെ അതൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വഴിക്കാണ് സഞ്ചരിക്കുന്നത്. എൻ്റെ കുഞ്ഞിനും ഞാനും ഞങ്ങളുടെ ഫാമിലിയും മാത്രമേ ഉള്ളൂ. എന്നും ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. എന്നും അങ്ങനെ തന്നെ ആയിരിക്കും ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ശരിയായിട്ടുള്ള ആ ഒരു ദിശയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ നീങ്ങുന്നത്. ഞാനിവിടെ വീഡിയോസ് ഇടുന്നുണ്ട്. അത് എൻ്റെ അഭിപ്രായമായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ എല്ലാവരെയും പൂർണ്ണമായിട്ട് അടിച്ചമർത്തി തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കുന്നില്ല. ശരിയുള്ളത് ശരിയും കൂടെ ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു മനസ്സിൽ ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ശരിയെന്നും തെറ്റാണെങ്കിൽ തെറ്റാണെന്നും പറഞ്ഞു തരിക. എനിക്ക് ആ ഒരു മെസ്സേജ് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. തിരിച്ച് എൻ്റെ കുഞ്ഞിനെ ഇനിയെങ്കിലും നിങ്ങൾ ഒരു രീതിയിൽ ഉപദ്രവിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ പ്രാർത്ഥന, അത് എൻ്റെ മരണം വരെ എൻ്റെ കുട്ടിയുടെ കൂടെ എനിക്കുണ്ടാവും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ വീട്ടിലിരുന്ന് 24 മണിക്കൂറും ഞാൻ അവൻ്റെ മുന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്, പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു 10 മിനിറ്റ് ഒറ്റ ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നത് നിങ്ങൾക്ക്, അതും എൻ്റെ കണ്ണിൽ പെട്ടാൽ ഞാൻ എല്ലാ വീഡിയോസും എടുത്തു വെച്ച് റിയേറ്റ് ചെയ്യുന്നില്ല. എനിക്ക് തെറ്റാണെന്നോ ശരിയാണോ എന്നോ അത് കണ്ടാൽ മാത്രം ഞാൻ തെറ്റാണെങ്കിൽ തെറ്റെന്നും ശരിയാണെങ്കിൽ ശരിയാണെന്നുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തരുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ കുട്ടി അതിലേക്ക് വലിച്ചഴക്കരുത് പ്ലീസ്. അത് ഞാൻ ഇപ്പോഴും പറയുകയാണ്. പിന്നെ വേറൊരാൾ എൻ്റെ കുട്ടിയെ പറഞ്ഞത് കൂടെ ഞാൻ ഇതിലൂടെ പറയുകയാണ് നിങ്ങളോട്. എൻ്റെ കുട്ടിക്ക് കാലിങ്ങനെ ആയത് ഞങ്ങൾ അവൻ്റെ ഈ ഒരു ക്യാൻസർ കാരണം അവൻ്റെ ശരീരത്തിൽ മുകളിലോട്ട് വ്യാപിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആ കാല് കട്ട് ചെയ്ത് മാറ്റിയതാണ്. അല്ലാതെ അവൻ ജന്മനാൽ വികലാംഗനല്ല, മനസ്സിലായോ? അല്ലെങ്കിൽ മറ്റൊരു ആക്സിഡൻറ്റ് വഴിയോ അല്ലെങ്കിൽ അവൻ തോന്നിയാസമായിട്ട് തിരിഞ്ഞോ വികലാംഗനായതല്ല. അതുകൊണ്ട് മേലാൽ എൻ്റെ കുട്ടിയെ ഇങ്ങനെ പറയുന്നവർ നിർത്തുക. ഓൾറെഡി ഞാൻ ഒരാളുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംസാരത്തിൽ ഈ ഒരാഴ്ച ആയതേ ഉള്ളൂ. ഇനി ഈ ഒരു സംസാരിക്കാതിരിക്കുക. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല. എൻ്റെ സ്ഥാനത്ത് മറ്റാരായാലും ഇങ്ങനെ നിങ്ങളോട് സമാധാനപരമായിട്ട് നിങ്ങളോടൊരു സംസാരം ഉണ്ടാവില്ല എന്നെനിക്ക് നല്ല അറിയാം. കാരണം ഒരു
കുഞ്ഞിനെ അല്ലെങ്കിൽ പെറ്റ അമ്മയോടോ അല്ലെങ്കിൽ മറ്റ് ആരോടായാലും ചിലപ്പം പറഞ്ഞാൽ അവർ ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ പ്രതികരിക്കുക. ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൺട്രോൾ ചെയ്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്ലീസ് അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ കുരിശിക്കുക. എന്ത് തെറ്റുണ്ടെങ്കിലും എന്നെ മാത്രം പറയുക, എൻ്റെ കുഞ്ഞിനെ പറയരുത് പ്ലീസ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും അല്ല, ഇനിയും കുറേ ഉണ്ട് കാര്യങ്ങൾ. വീഡിയോ ഒരുപാട് ലെന്ത് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കി പറയുക. നിങ്ങൾ കാര്യം ആ ഒരു അസുഖത്തിനെങ്കിലും ഒരു മനസ്സാക്ഷിയോടെ സംസാരിക്കുക. ഓക്കെ.